നമ്മുടെ മുൻ പോലീസ് കമ്മീഷണർ അദ്ദേഹം പറഞ്ഞ ഒരു പെണ്ണിനെ 13 മിനിറ്റ് നേരം നോക്കിയാലേ കേസെടുക്കാന്ന്. അപ്പൊ അവരെ ബില്ല് അവതരിപ്പിച്ച് നമുക്ക് ആണുങ്ങൾക്ക് എന്താ ഉള്ളത്? ഇപ്പൊ സ്ത്രീകളുടെ മേധാവിത്വമാണ്. നമ്മളെല്ലാവരും കുറ്റം പറയാൻ പറ്റില്ല, നല്ല സഹോദരിമാരും ഉണ്ട്. അപ്പൊ ഞാൻ പറയാ, ഇപ്പോ നമ്മള് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്താ ആദ്യം പഠിപ്പിക്കേണ്ട അറിയോ? ഇന്ത്യൻ പ്രതിജ്ഞ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ സഹോദരിമാരും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അത് പഠിച്ചാലേ ഇവിടെ ഒരു സ്ത്രീ പീഡനം നടക്കില്ല. അതാണ് എല്ലാ ക്ലാസ്സിലും വൈകുന്നേരം പോകുമ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് എണീറ്റ ഉടനെ അത് പഠിച്ചിട്ട് അത് ആദ്യം പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ശരിക്കുള്ള പ്രാർത്ഥന, ഈ ഇന്ത്യൻ പ്രതിജ്ഞ. അപ്പോഴേ നമുക്ക് രാത്രി ഒരു സഹോദരി തനിയെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടാ നമുക്ക് ഇന്ത്യൻ പ്രതിജ്ഞ ഓർമ്മ വരും, നമ്മുടെ സഹോദരിയാണ് ആ പോകുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി അപ്പോഴേ വരുള്ളൂ. ഈ ചിന്താഗതി മാറ്റ പെണ്ണുങ്ങളെ ഒരു ഉപഭോഗ വസ്തുവായിട്ട്, ഒരു ഉപകരണമായിട്ട് കാണരുത്. ഞാനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും നോക്കും, പെണ്ണുങ്ങളെ നോക്കും. എൻ്റെ ഒരു പേരക്കുട്ടി എൻ്റെ മകളുടെ പ്രായമുള്ളത്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. സ്ത്രീകളെ എവിടെ ബഹുമാനിക്കണം അവിടെ സ്വർഗമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. രാവണൻ പറയണ്ടേ, രാവണദേവൻ ശരിക്കും സീതയെ അമ്മയായിട്ട് കണ്ടക്കണ്, അല്ലാണ്ട് തട്ടിക്കൊണ്ട് അമ്മയുടെ ഇതിലെ കണ്ടക്കണ്. അദ്ദേഹത്തിന് ആ മനസ്സിനെ തൊടുകണം. അല്ലെ നമ്മളെ എല്ലാ സ്ത്രീകളെ നമ്മൾ അങ്ങനെ കുറ്റം പറയാം, അടച്ചടക്കം ഇതാകില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കട്ടെ, രാജിവെക്കേണ്ടതെന്ന് അത്രേ പറയാനുള്ളൂ. നമ്മള് ഇതിനു മുമ്പ് പല ഇതുണ്ടായില്ലേ, രാജിവെച്ചിട്ട് നമ്മുടെ ഒരാളെ പ്ലെയിനിൽ കയറിയിട്ട് ഇങ്ങനെ പൊക്കിയപ്പോ രാജിവെച്ചു. ഒരു സ്ത്രീകാരനും അതന്നെ. അതേപോലെ പെണ്ണുങ്ങളെ കാരണം അതെ അദ്ദേഹം ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് എന്റെ വിചാരം. എന്താണറിയോ, അങ്ങനെയൊന്നും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെയൊന്നും ചെയ്യില്ല. അതൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഒരാളുടെ ഉയർച്ചയില് നമ്മളെ ഈ മനുഷ്യന്റെ മനസ്സ് ലിഫ്റ്റ് പോലെയാണ്. ഒരാളെ പൊക്കും പെട്ടെന്ന് തന്നെ താത്തുകയും ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാറിനെ നല്ലോണം പൊക്കി അവസാനം അദ്ദേഹം ഇപ്പൊ ഞാൻ പറയാ, ചമ്രവട്ടം ക്ഷേത്രം ഹിന്ദുക്കളുടെ അത് പൊളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 24 മണിക്കൂറുള്ള ചമ്രവട്ടം ക്ഷേത്രം പുനർകഴിപ്പിക്കണം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ്. നല്ല മനുഷ്യനാണ്. ഒരാളെ ഇപ്പൊ മാനത്തെ ചന്ദ്രനെ കണ്ട് പട്ടികളെ കുറച്ചിട്ട് യാതൊരു കാര്യമില്ല. മാനത്തെ ചന്ദ്രനെ എല്ലാവർക്കും നിലനിർത്തുന്നതല്ലേ. അദ്ദേഹം തെറ്റിയതിനെ രാജിവെക്കട്ടെ. ഇപ്പൊ എല്ലാ പാർട്ടിക്കാരെയും പറ്റിയിട്ട് ആൾക്കാര് ഇത് പറയും. CPM നല്ല ആൾക്കാരുണ്ടല്ലോ. CPM നല്ല മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ നല്ലത് ചെയ്തപ്പോ പിണറായി സാറ് 2 മാസ പെൻഷൻ, ക്ഷേമ പെൻഷൻ തരും. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. വേറെ ഏത് ഗവൺമെന്റിനെ തരുന്നത്? വേറെ ഒരു ഗവൺമെന്റും തരില്ല. അതാ അദ്ദേഹത്തിന്റെ വലിയ മനസ്സ്. ഞാൻ പറയണേ, രാഹുല് കുറ്റം ചെയ്തതിനാ രാജിവെക്കട്ടെ. അല്ല, അത് ജനങ്ങളാ തീരുമാനം. അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം